സോ ഐഫോൺ 12, 14 അതുപോലെ ഐഫോൺ 15, 16 സീരീസ് ഈ ഡിവൈസുകളിലെല്ലാം ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള 18.4.1 ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്, അതോടൊപ്പം യൂട്യൂബ് വീഡിയോസിൻ്റെ കമൻസിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷൻ സൗണ്ട് ചേഞ്ച് ആവുന്നു, ബാറ്ററി ഓവറായിട്ട് ഹീറ്റ് ആവുന്നു, നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇഷ്യൂ, പ്രത്യേകിച്ച് വൈഫൈ ഡിസ്കണക്ട് ആയി പോകുന്നു, ഇതോടൊപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ ഇൻ്റലിജൻസ് സിറി 2.0 ഇതും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള 1 by 1 ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് ഫോളോ ചെയ്താൽ ഇനി അടുത്ത അപ്ഡേറ്റുകൾ മുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുവാണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നോട്ടിഫിക്കേഷൻ സൗണ്ട് മാറിയേക്കുന്നു അല്ലെങ്കിൽ ചേഞ്ച് ആയി എന്നുള്ളത്. നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് എടുത്തു പറയുവാണ്. നമ്മളുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ സൗണ്ട് മാറി എന്നുള്ളതാണ് കൂടുതലും ഞാൻ കേൾക്കുന്നത്. ഈ പറഞ്ഞ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് എല്ലാം മെറ്റയുടെ അണ്ടറിലുള്ളതാണ്. സോ ആപ്പിളിൻ്റെ സ്വന്തം ആപ്ലിക്കേഷൻസ് അല്ല. സോ ഇൻഡയറക്ട്ലി ഒരിക്കലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇതിനെ ഒന്നിനെയും ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ഇതുപോലുള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ മാത്രമായിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ സൗണ്ടിനെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഐഫോണിൽ ഈ പറഞ്ഞ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻസിന് പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും ഇല്ല. നമുക്ക് ഇൻഡിവിജ്വലി അതിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ചേഞ്ച് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ ഓപ്ഷനിൽ പോയിട്ട് താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇൻസ്റ്റഗ്രാം കാണാൻ സാധിക്കും. ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് സൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം എന്നല്ലാതെ അതിലേത് സൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട് സെറ്റ് ചെയ്യാനുള്ള പ്രത്യേക ഓപ്ഷൻസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സൗണ്ട് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കത്തുള്ളൂ. എന്തെങ്കിലും രീതിയിൽ ഈ നോട്ടിഫിക്കേഷൻ സൗണ്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ നോട്ടിഫിക്കേഷൻ്റെ തൊട്ട് താഴെയുള്ള സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പോവുക. അതിൽ പോയി ടെക്സ്റ്റ് ടോൺ, ഇതാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഈ ടെക്സ്റ്റ് ടോൺ നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പം നമുക്ക് വരുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെയും, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻ്റെയും ഇതുപോലെ വരുന്ന മെസ്സേജുകൾ, നോട്ടിഫിക്കേഷൻസിൻ്റെയൊക്കെ സൗണ്ട് ഉറപ്പായിട്ട് മാറും. സോ ഇവിടെ ടെക്സ്റ്റ് ഓൺ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. നോട്ടാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഡിഫോൾട്ട് അലേർട്ടാണ്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതും നമുക്ക് ഇഷ്ടമുള്ളൊരു സൗണ്ടിലേക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്കറിയാം ഹാപ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഹാപ്റ്റിക്സ് വേണം അല്ലെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2, ബാറ്ററിയുമായി ബന്ധപ്പെട്ട് സ്ഥിരം നമുക്കറിയാം അപ്ഡേറ്റുകൾക്ക് ശേഷം കുമിഞ്ഞുകൂടുന്ന കമൻറ്റുകളിൽ ഒന്നാണ് ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല. അതുപോലെ ബാറ്ററി ഹെൽത്ത് ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ഡ്രോപ്പായി. അപ്ഡേറ്റുകൾ വരുമ്പോൾ ഓരോ അപ്ഡേറ്റിന് ശേഷവും ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകും. അത് ഈ ഒരു അപ്ഡേറ്റിൻ്റെ കാര്യമല്ല. അതായത് ഫോൺ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫോൺ യൂസ് ചെയ്യാനാണല്ലോ നമ്മൾ വാങ്ങുന്നത്. അപ്പം ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാറ്ററി ഹെൽത്ത് കുറയുക എന്നുള്ളത് സർവ്വസാധാരണമാണ് എന്നുള്ള സത്യം ഇനിയെങ്കിലും ഇതറിയത്തില്ലാത്തവർ മനസ്സിലാക്കി വെക്കുക. സോ ഐഫോണിൽ അപ്ഡേറ്റുകൾക്ക് ശേഷം മാത്രം എന്തുകൊണ്ട് ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുവാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതിപ്പം ഓൺ ഡിവൈസ് ചെയ്താലും ഐട്യൂൺസ് വെച്ച് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താലും നമ്മുടെ ഡിവൈസിൽ ഇൻഡെക്സിങ് എന്ന് പറയുന്നൊരു പരിപാടി നടപ്പുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടിലെ ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് സോഫ്റ്റ്വെയർ കുറേ അധികം കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ആക്യുറേറ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തും. ഈ ഒരു ഇൻഡെക്സിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്താൽ ഉടനെയല്ല, ചിലപ്പം 1 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഈ ഒരു ഹെൽത്ത് ഡ്രോപ്പ് ആയേക്കാം. ഇനി ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്യുവാണ്. നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. ഇനി അതല്ലാതെ എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ, വാങ്ങിയ ഫോൺ ഉപയോഗിക്കാതെ ഇരുന്നാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. ഫോൺ ഉപയോഗിക്കാതെ ഒരു മൂലയിൽ വെക്കുവാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകത്തില്ല. പലതവണ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണ്. എങ്കിലും ആളുകൾ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പായി എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിലും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തന്നെ പറഞ്ഞ്, അതല്ല നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റ്, ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ ബാറ്ററി ഹെൽത്തിൻ്റെ ഈ ഒരു ഡ്രോപ്പ് ആകുന്നതിൻ്റെ ആ ഒരു സ്പീഡ് നിങ്ങൾക്കൊന്ന് കുറയ്ക്കാൻ സാധിക്കും. വേണ്ട രീതിയിൽ ബാറ്ററി ചാർജ് ചെയ്യുക, അതിനകത്ത് സെറ്റിങ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്തിനെ ഒരു പരിധിവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. 2, ബാറ്ററി ഡ്രെയിനിങ്, അതായത് ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല എന്നുള്ള പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ്. ഇത് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ ഇൻഡെക്സിങ്, അപ്ഡേറ്റുകൾക്ക് ശേഷം ഉണ്ടാകുന്ന ആ 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻഡെക്സിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോർമലി ഫോൺ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഡിവൈസ് ഡ്രെയിൻ ആകാം. ബാറ്ററി നോർമലി ഉള്ളതിനേക്കാൾ ഡ്രെയിൻ ആകാം. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇതിന്
ഞാൻ കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ, ബെസ്റ്റ് സൊല്യൂഷനാണ് ഇത്. ഞാൻ പലതവണ ചെയ്ത് സക്സീഡഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഞാൻ ലൈവായിട്ട് തന്നെ ചെയ്ത് കാണിച്ചു തരാം. ജനറൽസിൽ പോവുക, താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പം റീസെറ്റ് ഐഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ റീസെറ്റ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ വേണം നിങ്ങൾ ചെയ്യാൻ. ഇതിനകത്ത് തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് ആണ്. അതായത് ഫോണിലെ സെറ്റിംഗ്സ് എല്ലാം റീസെറ്റ് ആവും. ഈ സെറ്റിംഗ്സ് ഒഴികെ നിങ്ങളുടെ ഫോണിലെ വീഡിയോ, ഫോട്ടോ, കോൺടാക്ട്സ് ഇതൊന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. ഈവൻ നിങ്ങളുടെ സിമ്മ് പോലും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇ സിമ്മാണ്. കാരണം നിങ്ങൾക്ക് കാണാം ഞാൻ US മോഡൽ ഐഫോണാണ്. ഇതിൽ നമുക്ക് സിം ഡ്രൈ ഇല്ല. അതുകൊണ്ട് തന്നെ ഇ സിമ്മാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഇ സിം എന്നുള്ളത്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് ആണ്. എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ഞാൻ ടൈപ്പിംഗ് ചെയ്യുവാണ്. റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്തു. റീസെറ്റ്. ഇതിപ്പം ഡിവൈസ് റീസെറ്റ് ആവുകയാണ്. സോ ഈ റീസെറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആ റീസെറ്റിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് കംപ്ലീറ്റ് ആകാൻ. ഈ റീസെറ്റായി വരുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഒന്ന് നമ്മളെ ഫേസ് ID കംപ്ലീറ്റ്ലി റിമൂവ് ആവും. പിന്നെ ഉള്ളത് സെറ്റിംഗ്സ് ആണ്. അതിൽ വൈഫൈ സെറ്റിംഗ്സ് മാറും. അതുപോലെ ലൊക്കേഷൻ സർവീസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറേ സെറ്റിംഗ്സുകൾ റീസെറ്റ് ആവും. അതുപോലെ നമ്മൾ ആക്സസിബിലിറ്റി സെറ്റിംഗ്സിൽ മാറ്റി വെച്ചിരിക്കുന്ന സെറ്റിംഗ്സ്, ഡിസ്പ്ലേ സെറ്റിംഗ്സ്, അതുപോലെ കൺട്രോൾ സെൻറ്ററിൻ്റെ സെറ്റിംഗ്സ് ഇതെല്ലാം കംപ്ലീറ്റ്ലി റീസെറ്റ് ആവും. ഇപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ ഡിവൈസിൻ്റെ ആ കൺട്രോൾ സെൻറ്ററിൽ മൊത്തത്തിൽ ചേഞ്ച് വന്നേക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ ചേഞ്ച് ചെയ്യേണ്ട കുറച്ച് മാറ്റങ്ങൾ, നമ്മളെ വൈഫൈ, നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്ന വൈഫൈ പാസ്വേഡ് എല്ലാം മാറിയിട്ടുണ്ട്. സോ വൈഫൈയുടെ ഓപ്ഷനിൽ പോകുന്നു. എൻ്റെ ഹോം വൈഫൈ കണക്ട് ചെയ്യണം. വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓട്ടോമാറ്റിക്കലി 10 മിനിറ്റ് കഴിയുമ്പം ചില ആളുകളുടെ വൈഫൈ ഡിസ്കണക്റ്റ് ആകാറുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വൈഫൈയുടെ ഓപ്ഷനിൽ പോയിട്ട് ഈ ഒരു കൊടുത്തേക്കുന്ന സിമ്പിളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ഡേറ്റ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡിവൈസ് ഐഡിൽ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിവൈസ് ഡിസ്കണക്റ്റ് ആയേക്കാം. സോ അത് നിങ്ങൾ ഡിസേബിൾ ആക്കി വെക്കുക. ദെൻ ബാക്കിലേക്ക് പോവുക. പിന്നെ ഉള്ളത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനാണ്. അതിൽ പോയിട്ട് നമ്മളുടെ ലൊക്കേഷൻ സർവീസ് നിങ്ങൾക്ക് കാണാം ഇപ്പം ഡിസേബിൾഡ് ആണ്. അത് എനേബിൾ ചെയ്യുക. ഇത് മസ്റ്റായിട്ട് എനേബിൾ ചെയ്ത് വെക്കണം. താഴത്തേക്ക് പോകുമ്പം സിസ്റ്റം സർവീസസ് കാണാം. അത് ഓപ്ഷനിൽ പോയിട്ട് ഇനി ഇവിടെ ഞാൻ ഡിസേബിൾ ചെയ്യുന്ന ഓപ്ഷൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ പോയിട്ട് ഡിസേബിൾ ചെയ്യുക. ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അതും ഡിസേബിൾ ചെയ്യുക. പിന്നെ ഉള്ളത് പ്രോഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ടാപ്പാണ്. അതിൽ പോയിട്ട് ഈ 3 ഓപ്ഷനും ഡിസേബിൾ ആക്കി വെക്കുക. ദെൻ ബാക്കിലേക്ക് പോവുക. സിരി ഓപ്ഷനിലൊക്കെ പോയിട്ട് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം പ്രിസൈസ് ലൊക്കേഷൻ മാത്രം കൊടുക്കുക. അതുപോലെ ഇതിൽ ലിസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ കുറച്ച് കഴിയുമ്പം ആപ്ലിക്കേഷൻസ് എല്ലാം ഡാറ്റ ഇതിൽ ലോഡാവും. അതിൽ പോയി ആവശ്യമുള്ള ആപ്ലിക്കേഷന് മാത്രം നിങ്ങളുടെ പ്രിസൈസ് ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡിസേബിൾ ആക്കി വെക്കുക. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഓപ്ഷനിൽ പോവുക. ഞാൻ പേഴ്സണലി ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യം ഓട്ടോ ലോക്കാണ്. അത് വേണ്ടവർക്ക് 30 സെക്കൻഡോ 1 മിനിറ്റോ വെക്കാം. അതായത് ഫോൺ ലോക്ക് ചെയ്യാത്തവർക്ക്. പിന്നെ റേസ് ടു വേക്ക് ഈ ഒരു ഓപ്ഷനും നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ജനറൽസ് ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ഇതങ്ങ് വൈഫൈ ഉള്ളിയാക്കി വെക്കുക അല്ലെങ്കിൽ ഡിസേബിൾ ആക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡിവൈസിൻ്റെ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ഒരു 1 അല്ലെങ്കിൽ 2 ദിവസം നിങ്ങൾ ടൈം കൊടുത്താൽ പതുക്കെ നിങ്ങൾക്ക് ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ്, അതായത് ബാറ്ററി ബാക്കപ്പ് പഴയ പോലെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ചേഞ്ച് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് ലഭിക്കത്തില്ല. നിങ്ങളൊരു ടൈമിങ്ങിൽ കൊടുത്ത് നിങ്ങളുടെ ഡിവൈസ് ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ആക്കുക, 100% ചാർജ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊന്ന് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ചാർജിങ്ങിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഞാനിവിടെ ഇപ്പം ഐഫോൺ 15, 16 സീരീസിൽ നമുക്കിവിടെ ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പം ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഡിസേബിൾ ചെയ്തതിന് ശേഷം ഞാനിവിടെ 90% അല്ലെങ്കിൽ 95 ഇട്ടേക്കാം. 95% ആണ് ഞാൻ കൊടുക്കുന്നത്, 100%ലാക്കുന്നില്ല. സോ ഇങ്ങനെയാണ് ഞാൻ ഇനി ചാർജ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 1 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ന്യൂ ജനറേഷൻ ഐഫോൺ മോഡൽസിൽ ഐഫോൺ 16, 15, 14 സീരീസിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത യൂസേഴ്സ് കമൻറ്റ് ചെയ്തൊരു കാര്യമാണ് ഡിവൈസ് ലാഗ് ആയേക്കുന്നു. അപ്ഡേറ്റിന് ശേഷം ഡിവൈസിൻ്റെ ലാഗ്, അതായത് ഡിവൈസ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയി വരുമ്പോൾ ലാഗ്, ഫേസ് IDക്ക് ലാഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ അതും നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് റീസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിങ്ങനെ ഒന്ന് ഡിവൈസ് ഫേസ് ID ഒക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക. റീസെറ്റ് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഏത് ഡിവൈസിനും, പുതിയ ഡിവൈസുകൾക്ക് മാത്രമല്ല, ഈവൻ ഓൾഡർ ജനറേഷൻ ഐഫോൺ 11, 12, 13 സീരീസ് യൂസേഴ്സിനാണെങ്കിലും ഈ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും, മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ പേഴ്സണൽ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാനും
അതോടൊപ്പം എൻ്റെ പേഴ്സണൽ ഹെൽപ്പ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പേഴ്സണലി തന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് വീഡിയോസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys in the next video. Until then, peace.